അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആകെ തുക സമസ്തയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ടവരല്ല. ഇതിന്റെ വസ്തുത ഇവിടെ മുജാഹിദ് ജമാഅത്ത് ലോബിയുടെ കറുത്ത കരങ്ങൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആ ശ്രമത്തെ നമ്മൾ തിരിച്ചറിയാം. അപ്പൊ നമുക്കിടയിൽ എന്തുമാത്രം ഒരു മുന്നേറ്റമായിരുന്നു ഈ അടുത്ത കാലം വരെ. സംസ്ഥയിൽ ഭയങ്കര ശാക്തീകരണമല്ലായിരുന്നു. പെട്ടെന്ന് തടയിടാൻ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ട്? സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഈ അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആക്ഷേപം ഉണ്ടാക്കി അത് രാഷ്ട്രീയമായ ആരോപണമാക്കി മാറ്റി. രാഷ്ട്രീയമായ ഒരു ബന്ധവും ഇതിനില്ല. മുസ്ലിം ലീഗിനെതിരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ മുജാഹിദ് ലോബിയും ജമാഅത്ത് ലോബിയും ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തി. ഇപ്പൊ എന്ത് വിഷയം ഉണ്ടെങ്കിലും നോക്കൂ, നിങ്ങൾ ഇപ്പൊ ഉണ്ടായ സമീപത്തിന്റെ വിഷയങ്ങൾ വരെ ഏത് രംഗത്തുള്ള മുജാഹിദ് നേതാവാണോ ഒലക്കതിൽ രംഗത്തുണ്ട്. ആക്ഷേപിക്കാണല്ലോ മുജാഹിദ് ആണോ അവർ ഈ രംഗത്തുണ്ട്. നല്ലൊരു അവസരമാണ് അമ്പർ നിൽക്കുക. മറ്റുള്ളവർക്ക് നല്ലൊരു അവസരമാണ്. നല്ലൊരു കൊയ്ത്ത് ആവേശമുണ്ട്. കാരണം ഇപ്പൊ സയ്യിദുൽ മോശമായി ആക്ഷേപിച്ച ആളുകൾ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കും. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. ഓരോരുത്തരും എടുത്ത് പരിശോധിച്ചിട്ട് അവരുടെ മതവും അവരേത് വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്ന് ആശയിക്കുക. ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട്. അത് സമസ്തയെ അസ്ഥിരപ്പെടുത്തുക എന്നല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തിരിച്ചറിയാന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ചെറിയ പരാജയം വന്നതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത് തകർന്നാൽ പിന്നെ ഇനി ദീൻ ഇവിടെ ഉണ്ടാവില്ല. കേരളത്തിൽ ദീനില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഈ വഹാബി ആശയം നമ്മളിലേക്ക് പടർന്നു കയറിയാൽ കേരളത്തിലെ മഹല്ലുകൾ ചിഹ്ന ഭിന്നമാകും. പരസ്പരം ചണ്ടയാകും, പ്രശ്നങ്ങളാകും, മദ്രസകളിൽ പ്രശ്നങ്ങളാകും. ആ തരത്തിലേക്ക് അത് പോകുന്നത്. അപ്പോൾ സുന്നികളായ ആളുകൾ ഇത് തിരിച്ചറിയുക ഇതിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ഇവരാണെന്നത്. ഇപ്പോ നിലവില് ഒരുപാട് ഇത് ശരിക്കും നമ്മളെ പൊതുജനം സമസ്തയുടെ പ്രവർത്തകർ, സമസ്തയെ സ്നേഹിക്കുന്ന സുന്നികൾ അവര് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഇത് നിലവില് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലത്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ആരാണ് എന്താണ് എന്ന് ഒരു അഡ്രസ്സും ഇതിന്റെ അഡ്മിന്മാരെ കുറിച്ച് ഉണ്ടാവില്ല. ഇതിലേക്ക് സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, സമസ്തയുടെ നയങ്ങളെ കുറിച്ച്, തീരുമാനങ്ങളെ കുറിച്ചൊക്കെ ഇവര് ഒരു കണ്ടന്റ് എഴുതി ഉണ്ടാക്കി മോശമായ ആക്ഷേപങ്ങളും മറ്റും ഈ ഗ്രൂപ്പിലേക്ക് ചൊരിയുക. ഇതിൽ ഒരു ഗ്രൂപ്പിൽ എനിക്ക് ഒരു സുഹൃത്ത് കാണിച്ചു തന്നു. 1000 ചില ആളുകളുണ്ട് ആ ഗ്രൂപ്പിൽ. അവന്റെ ഈ ഗ്രൂപ്പ് അവനെ ജോയിൻ ചെയ്തിട്ടുള്ളത് 25ാമത്തെ ഗ്രൂപ്പാണ്. ഉമ്മത്ത് മുന്നോട്ട് എന്നാണ് അതിന്റെ പേര്. 25ാമത്തെ ഗ്രൂപ്പിൽ അതിൽ 1000 ആളുണ്ടെങ്കിൽ ഇത് എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാവും? അതിൽ എത്ര ആയിരങ്ങൾ ഉണ്ടാവും? ഈ ആളുകളിലേക്ക് മുഴുവനും സമസ്തന്റെ ആലിമീങ്ങളെ കുറിച്ച് തോന്നിവാസങ്ങളും മോശമായത് എഴുതി വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നേതൃത്വത്തിനോടുള്ള ബഹുമാനം, സമസ്തയുടെ നയങ്ങളെ, തീരുമാനങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നത് ആ നേതൃത്വത്തോടുള്ള നേതൃത്വത്തോട് ബഹുമാനം ഉണ്ടാകുമ്പോഴേ അണികൾ ആ നേതൃത്വത്തെ അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം ആ ബഹുമാനത്തെ എടുത്തു കളയാം. സമസ്തന്റെ മുഷാവറ അവരിത്തരേ ഉള്ളൂ എന്ന ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെയാക്കുക. അതിനുവേണ്ടി വളരെ ആസൂത്രിതമായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ പ്രവർത്തകർ ശരിക്ക് ഇത്തരം ഗ്രൂപ്പുകൾ കാണുമ്പോൾ അവർ ഒന്നുകിൽ അതിൽ നിന്ന് ഇറങ്ങി പോകണം, ലെഫ്റ്റ് അടിച്ച് പോകണം, അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകളിൽ വരുന്ന ഇതിന്റെ ആളുകൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇത് വളരെ ഒരു അത്യാവശ്യ കാര്യമാണ്. ശരിക്കും നമ്മൾ സംഘടനാപരമായിട്ട് തന്നെ സംഘടനാ ചാനൽ ഉപയോഗിച്ച് തന്നെ ഇത്തരം ഈ വിഷയങ്ങൾക്കെതിരെ ഒന്ന് ഊർജിതമായി നിയമ നടപടിയിലൂടെയാണെങ്കിൽ അങ്ങനെ ലീഗലായിട്ടാണെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാവണം എന്നുള്ളതിന്റെ നിർദ്ദേശം തരുന്ന ഒരു വിഭാഗമായി മാറുക. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ, വാട്സപ്പ് ഗ്രൂപ്പാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അജണ്ട തന്നിട്ട് നമ്മളെ തമ്മിൽ പരസ്പരം ശത്രുത ഉണ്ടാക്കുന്ന വിധത്തിൽ അതിന് നമ്മുടെ ആളുകൾ സപ്പോർട്ട് ആവുക, അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ആവുക. പക്ഷെ ഇതിന്റെ പിന്നിലെ ചതിക്കുടി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിന് വലിയൊരു അപകടത്തിലേക്ക് പോകും. സമസ്ത ഇല്ലാതായാൽ കേരളത്തിൽ ദീനുണ്ടാവില്ല. പടച്ചോൻ കാക്കട്ടെ. വല്ലാത്തൊരു ദുരന്തമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് സുന്നികളായ ആളുകൾ, സമസ്തനെ സ്നേഹിക്കുന്ന ആളുകൾ ഒന്നിച്ചെന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളതാണ്. അതിജീവിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ദീന് ഇവിടെ കേരളത്തിൽ ഉണ്ടാവില്ല. സമസ്ത തകർന്ന് അത് നമ്മൾ തിരിച്ചറിയാം. ഇവിടെ സമസ്തയെയും സമസ്തയുടെ നേതൃത്വത്തെയും തകർക്കാനും ഇതിനെ ദുർബലപ്പെടുത്താനും ഒരു സംഘം ഗൂഢമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ അവര് നിരായുധരായി മാറും. അപ്പൊ ഈ CIC-യുമായി ബന്ധപ്പെട്ട് CIC വിഷയത്തില് ഇപ്പൊ കുറെ ആളുകൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. അവരുടെ ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് എന്ത് തോന്നിയാസവും എന്ത് എഴുതിവിടാനതിനും യാതൊരു മടിയില്ലാത്തൊരു വിഭാഗമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ CIC-യുമായി ബന്ധപ്പെട്ട് സമസ്ത അതിനെതിരെ നടപടി എടുത്തിട്ടില്ല, സമസ്ത അവരെ മാറ്റി നിർത്തിയിട്ടില്ല, പുറത്താക്കിയിട്ടില്ല എന്നൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വസ്തുത? അല്ല, സമസ്തയുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല, അത് 2 എൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെയല്ലേ?
അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയാണ് സമസ്തയോടൊപ്പം ഈ വിഷയം ഉണ്ടായതിനു ശേഷം സമസ്തയുടെ നിലപാടിനോടൊപ്പം അല്ലെങ്കിൽ സമസ്ത പറയുന്നിടത്ത് നിൽക്കണം എന്ന് പറഞ്ഞപ്പോ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ, ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ വേറെ തന്നെയാണ്, ഇത് രണ്ട് എൻറ്റിറ്റിയാണ് എന്നാ പറഞ്ഞത്. അത് രണ്ട് എൻറ്റിറ്റിയാണ്, സമസ്ത വേറെ, ഞങ്ങൾ വേറെ. ഈ ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചില താല്പര്യങ്ങളുടെ താല്പര്യക്കാരുടെ കയ്യിൽ ഇവര് അറിഞ്ഞോ അറിയാതെയോ അവരിതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇപ്പം എല്ലാവരും ഉണ്ടാവില്ല, നിരപരാധി സാധുക്കളായ ആളുകൾ ഉണ്ടാവാം, ബാക്കിയുള്ളവരെ അതിൽ പെട്ടുപോയതായിരിക്കും. കാരണം ഇതിന് നമുക്ക് സമസ്ത ഇടപെടേണ്ട സമയത്ത് ഈ വിഷയത്തിൽ നമ്മളൊരു ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗത്ത് പറഞ്ഞല്ലോ, അത് നേരം വെളുക്കുമ്പോഴേക്ക് ശരിയാക്കാൻ പറ്റിയ പ്രശ്നമല്ല, അത് ചവിട്ടി പുറത്താക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രശ്നം പർത്തീസും കേട്ടു. സത്യത്തിൽ ഭയങ്കര ആവേശമാണ് ഇപ്പോ. അതെ, ഈ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, അത് നമ്മൾ പഠിക്കുക. ഈ ആവേശക്കാരുടെ താല്പര്യം എന്താണെന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഇപ്പൊ നിലവിൽ പ്രതിപക്ഷത്താണെങ്കിലും ഇപ്പൊ സംഖ്യകളുടെ ഭാഗത്താണെങ്കിലും ഒരുപാട് വിഷയങ്ങളുണ്ടായി. വിഷയം ഭയങ്കര കത്തി നിൽക്കുകയാണ്. അങ്ങനെ പല വിഷയങ്ങളും. പക്ഷെ അതിലൊന്നും ആ ആവേശം കാണുന്നില്ല. ഇതിലാണ് ഈ ആവേശം കാണുന്നത്. അപ്പൊ അതിന് താല്പര്യമുണ്ട്, അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. ഇപ്പോ CSCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ നിലപാടുകൾക്കെതിരായ ഒരുപാട് വിഷയങ്ങൾ വരിക, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയത്. അദ്ദേഹം പറഞ്ഞ പോലെ രാവിലെ ഉണ്ടായി വൈകുന്നേരം തീർക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പൊ ആ വിഷയം ഉണ്ടായിട്ട് മുഷാവർ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 4 കൊല്ലത്തിലധികം. മുഷാവറിൽ ഈ ചർച്ച ചെയ്യാൻ 4 വർഷം. ഈ വിഷയം മുഷാവറിൽ എത്തുന്നതിന് മുമ്പ് ഏതാനും വർഷങ്ങൾ സംഘടനക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലമൊക്കെ ആയിരുന്നു. കാരണം ഇത് വഴിവിട്ടാ പോകുന്നത്, ഇത് വേറെ രീതിയിലാ പോകുന്നത്. അതിന് ഉപദേശം കൊടുക്കുന്ന ആളുകൾ ഒക്കെ പുറത്തുള്ള മറ്റു പല ആളുകളും സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും ആക്സസ് ഇല്ലായിരിക്കുക. ഇത് തുടങ്ങിയിട്ട് 8-10 കൊല്ലമായി. അന്ന് മുതലേ ഈ വന്നിട്ടുണ്ട്. ഇപ്പോഴും വന്നത് ഇപ്പൊ മുഷാവറി വന്നിട്ട് 4 വർഷമായി. ഇതാ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അത് പെട്ടെന്നൊരു വിഷയം ഉണ്ടാക്കി നാളെ തന്നെ പരിഹരിക്കണം എന്ന് പറഞ്ഞു. നാളെ തന്നെ പരിഹരിക്കണമെന്നല്ല, പെട്ടെന്നുണ്ടായ വിഷയമല്ല. 10 വർഷം എങ്ങനെയെങ്കിലും നേരെയാക്കാൻ പറ്റുന്ന പരമാവധി എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത് 6 കൊല്ലം എനിക്ക് തോന്നുന്നു, ഒരു 6 കൊല്ലം ഇത് സ്വകാര്യമായി ആരും അറിയാതെ. പിന്നെ മുഷാവറയിൽ എത്തിയിട്ട് തന്നെ 4 വർഷത്തോളമായി. അപ്പൊ 4 വർഷം ഇത് നേരത്തെ ഇത് സൂചിപ്പിച്ച പോലെ റമദാൻ മാസം വരെ സമസ്തയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ റമദാൻ മാസത്തിൽ മീറ്റിംഗ് ചേർന്നിട്ടില്ല. കാരണം ഉസ്താദ്മാർക്ക് ദൂരെ നിൽക്കുന്ന ഉസ്താദ്മാർക്ക് നോമ്പ് വെച്ച് വരിക എന്നുള്ള വലിയ പ്രയാസമാണല്ലോ. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമസ്ത മുഷാവറ ഈ ഒരു ഇഷ്യൂക്ക് വേണ്ടി ചേരേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഇത് സമസ്ത ഗൗരവത്തിലെടുക്കുകയും അതിന് പരിഹരിക്കാനുള്ള ശ്രമം പരമാവധി നടത്തി ചെയ്തിട്ടുണ്ട്. ഈ ഇദ്ദേഹം ഒരു പത്രക്കാർക്ക് ഒരു ബൈറ്റ് കൊടുത്തപ്പോ അതിൽ അദ്ദേഹം പറഞ്ഞത് ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും പറയാണ്ടോ എന്ന് ചോദിക്കും. എന്നെ ഇതുവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്ന് അദ്ദേഹം വളരെ ഒരു ഇമോഷണൽ ഫീൽ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. ഈ 8-10 വർഷം ഈ നടന്ന ഈ ചർച്ചകളും പരിഹാര ക്രിയകളും അതിനുള്ള ശ്രമങ്ങളും ഈ ഉസ്താദുമാര്, ഈ വയോധികരായ ഉസ്താദുമാര് ഈ പറഞ്ഞ രൂപത്തിൽ മുഷാവറ പല പ്രാവശ്യം മുഷാവറ അല്ലാതെ ഇതിനു വേണ്ടി പലപ്പോഴും മീറ്റിംഗുകളാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ കേട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സമസ്തയുടെ ചേളാരി ഓഫീസിൽ പോയാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഫയൽ കാണാം. ഈ പറഞ്ഞ CSCയുമായി സമസ്ത നടത്തിയ എഴുത്തുകുത്തുകളും മറുപടികളുമാണ്. ഇതിനപ്പുറം ഒരു മനുഷ്യനെ കിളക്കുക എങ്ങനെയാണ്? രേഖാപരമായ തെളിവാ, ഒരു കെട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഫയൽ മാത്രം. അപ്പൊ അതൊരു സത്യസന്ധമല്ലാത്ത അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗായിട്ട് അതിനെ കൂട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇത്